ഇപ്പോൾ തെക്കോട്ടിറക്കം അതിൻ്റെ തിരുവമ്പാടിയും പാറമേക്കാവിൻ്റെ തെക്കോട്ടിറക്കം അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. തിരുവമ്പാടിയുടെ തെക്കോട്ടിറക്കത്തിന് അവിടെ തയ്യാറെടുപ്പുകൾ പൂർത്തിയാവുകയാണ്. നമുക്ക് കാണാം, ഈ ദൃശ്യങ്ങളിൽ കാണാം, പാറമേക്കാവ് ഇറങ്ങി നേരെ നടക്കുകയാണ്. അവിടെ പഴയന്നൂർ ഭഗവതി അല്ലെങ്കിൽ രാജാവ് രണ്ടും പറയുന്നുണ്ട്. അവിടേക്ക് പോയി പ്രദക്ഷിണം വെച്ച ശേഷം ഈ തെക്കേ ഗോപുരനടയ്ക്ക് അഭിമുഖമായി നിൽക്കും. അപ്പോഴേക്കും തിരുവമ്പാടിയും തെക്കോട്ടിറങ്ങി തയ്യാറായി നിൽക്കും. നമ്മൾ ആ കാഴ്ചകളിലേക്ക്, ആ മനോഹരമായ നിമിഷങ്ങളിലേക്കാണ് വരുന്നത് വളരെ ചെറിയ ഇടവേളയ്ക്ക് ശേഷം. തെക്കേ ഗോപുരനട ഇതാ കുടമാറ്റത്തിന് തയ്യാറെടുക്കുകയാണ്. നമ്മൾ പാറമേക്കാവിൻ്റെ തെക്കോട്ടിറക്കം അത് പൂർത്തിയായിരിക്കുകയാണ്. ഇനി അല്പസമയത്തിനകം തിരുവമ്പാടിയുടെ തെക്കോട്ടിറക്കം തുടങ്ങും. തിരുവമ്പാടി ചന്ദ്രശേഖരൻ ഭഗവതിയുടെ തിടമ്പേറ്റി അല്പസമയത്തിനകം തെക്കേ ഗോപുരനട വഴി പുറത്തേക്ക് വരും. അപ്പോഴേക്കും പാറമേക്കാവ് അവിടെ രാജാവിൻ്റെ പ്രതിമയ്ക്ക് സമീപത്തെത്തി തിരികെ ഈ കുടമാറ്റത്തിന് തയ്യാറായി നിൽക്കും. ഈ പാറമേക്കാവിൻ്റെ യാത്ര തന്നെ അവിടേക്ക് നീങ്ങുന്നത് തന്നെ കുട മാറ്റിക്കൊണ്ടാണ്. ചെറിയ കുടമാറ്റം, ഒരു കുടമാറ്റം നടത്തിക്കൊണ്ട് തന്നെയാണ് ആ യാത്ര പോകുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണാം, ഒരു കുട ഇറങ്ങുന്നു, അടുത്ത കുട വരുന്നു, അതങ്ങനെ മാറ്റി കുടമാറ്റം നടത്തിക്കൊണ്ട് തന്നെയാണ് അവർ പോകുന്നത്. ഈ അല്പസമയത്തിനകം ഈ കുടമാറ്റത്തിന് ഇരുപക്ഷത്തും 15 ആനകൾ അണിനിരന്ന് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ കാണാം ഈ ആനകളുടെയൊക്കെ പിന്നിലൂടെ കുടകൾ ഇങ്ങനെ അത് നടന്നു വരികയാണോ എന്ന് നമുക്ക് സംശയം തോന്നാവുന്ന കാഴ്ചയാണ്. ആളുകളുടെ കൈമാറി ഇങ്ങനെ കുടകൾ ഓരോന്നോന്നായി വരുന്നു. ഇവിടെ നിന്ന് ഇറക്കുന്ന കുട വാങ്ങി അടുത്ത മറ്റൊരു ആൾക്കൂട്ടം അത് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ വളരെ ഒരു കൺവെയർ ബെൽറ്റിലൂടെ ഇങ്ങനെ കാര്യങ്ങൾ നീങ്ങുകയാണോ എന്ന് നമുക്ക് സംശയിക്കാവുന്ന തരത്തിലാണ്, വളരെ ചിട്ടപ്പെടുത്തിയ തരത്തിൽ ആ കുടമാറ്റത്തിൻ്റെ ഓരോ കാഴ്ചകളും ഓരോ ചടങ്ങുകളും നമ്മളുടെ കൺമുന്നിലൂടെ നടക്കുന്നത്. അങ്ങനെ മനുഷ്യർ ഒന്നടങ്കം ജാതി മത വ്യത്യാസമൊന്നുമില്ലാതെ ഈ തൃശ്ശൂർ പൂരത്തിലെ ഏറ്റവും കമനീയമായ കാഴ്ചയായ ഈ കുടമാറ്റത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് പൂരപ്പറമ്പിൽ കാണാൻ കഴിയും. ഈ കാണുന്ന സ്ഥലത്തെ ഇപ്പോൾ കുറച്ച് ആളുകൾ മാറി നിൽക്കുന്ന ആ പ്രദേശമുണ്ടല്ലോ, അതിന് ഇടതും വലത്തുമായി ആളുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അല്പസമയത്തിനകം ഈ ആനകൾ അവരുടെ പൊസിഷനിൽ നിന്ന് കഴിഞ്ഞാൽ ആ ആൾക്കൂട്ടമാകെ അതിൻ്റെ നടുവിലേക്ക് ആ മൈതാനത്തേക്ക് വന്നു നിറയും. അതോടുകൂടി മനുഷ്യമഹാസമുദ്രം, ജനമഹാസമുദ്രം എന്നൊക്കെ നമ്മൾ വാക്കുകളിൽ പറയുന്നത് എന്താണ് എന്നപ്പോൾ നമുക്ക് കാണാൻ കഴിയും. അക്ഷരാർത്ഥത്തിൽ അത് ഒരു മനുഷ്യ മഹാസമുദ്രം തന്നെയാണ്. ജനനിബിഡമായ വടക്കുന്നാഥൻ്റെ തെക്കേ ഗോപുരനട നമുക്ക് ആ ഘട്ടത്തിൽ കാണാൻ കഴിയും. ഒരു പക്ഷേ എല്ലാ പൂരത്തിനും നമ്മളുടെ മനസ്സിൽ ഉള്ള പൂരത്തിൻ്റെ ഒരു ഫ്രെയിം അതാണ്. തിരുവമ്പാടിയും പാറമേക്കാവും അണിനിരക്കുന്ന
ആ തെക്കേ ഗോപുരനടയിൽ അതിന് നടുക്ക് ജനലക്ഷങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ പൂരത്തെ പറ്റി നമ്മളുടെ മനസ്സിൽ ആദ്യം വരുന്നത്. ആ കാഴ്ച വീണ്ടും ഇതാ ഈ വർഷത്തെ പൂരത്തിന് നമ്മൾ കാണാൻ പോവുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ പാറമേക്കാവ് മുന്നോട്ട് നീങ്ങുകയാണ്. ചെമ്പട കൊട്ടിയാണ് ആ യാത്ര തന്നെ. ചെമ്പട നമുക്കറിയാം, സാധാരണ മേള ആസ്വാദകരെ സംബന്ധിച്ച് ആസ്വാദനത്തിന് വേഗത്തിൽ ആസ്വാദനം നടത്താവുന്ന മേളമാണ് ചെമ്പട. ക്ഷേത്രങ്ങളിലൊക്കെ ഉത്സവത്തിന് പതിവ് കാഴ്ചയാണ്. പക്ഷേ എണ്ണം കൂടുതലാണ്, കലാകാരന്മാരുടെ എണ്ണം കൂടുതലാണ്, വാദ്യോപകരണങ്ങളുടെ എണ്ണം കൂടുതലാണ്. അതുകൊണ്ട് അത് കുറെ കൂടി ആകർഷകമായി കമനീയമായി നമുക്കൊരു ഒരു ശ്രവ്യാനുഭവമായി മാറും തൃശ്ശൂർ പൂരത്തിന്. പാറമേക്കാവ് അങ്ങനെ മുന്നോട്ട് വരികയാണ്. കുടകൾ മാറ്റി കുടമാറ്റം നടത്തിക്കൊണ്ട് തന്നെയാണ് അവർ കടന്നു വരുന്നത്. അത് ഒരുപക്ഷെ ആ കുടമാറ്റത്തിന്റെ ആദ്യ പടിയാണിത്. പാറമേക്കാവിന്റെ എഴുന്നള്ളത്ത്, പാറമേക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളത് തന്നെ കാണാൻ വലിയ രസമാണ്. കാരണം ആ ക്ഷേത്രത്തിന് മുന്നിൽ കുറെ കുടകൾ ഇങ്ങനെ മാറ്റിയാണ് ആ ക്ഷേത്രത്തിലെ എഴുന്നള്ളത്ത് തുടങ്ങുന്നത് തന്നെ ഉച്ചയോടുകൂടി. അത് പിന്നീട് വടക്കുന്നാഥന്റെ ഗോപുരനട കടന്നകത്ത് പോയി കഴിഞ്ഞാലാണ് ശ്രീമൂലസ്ഥാനത്ത് ഇലഞ്ഞിമരച്ചോട്ടിൽ ഈ ഇലഞ്ഞിത്തറ മേളം നടക്കുന്നത്. അതുവരെ ഇങ്ങനെ കുടമാറ്റവും മേളങ്ങളും ഒക്കെയായി ആളുകളൊക്കെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളൊക്കെ ആയിട്ടാണ് ഈ പാറമേക്കാവ് ഭഗവതി അവിടേക്ക് എത്തുന്നത്. അത് തന്നെ ഒരു വലിയ അഴകുള്ള കാഴ്ചയാണ്. ആ കാഴ്ചയൊക്കെ കഴിഞ്ഞു നമ്മളിതാ ഇവിടെ പൂരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച അതിനുവേണ്ടി കുടമാറ്റത്തിന് വേണ്ടി കാണാൻ ഒരുങ്ങി നിൽക്കുകയാണ്. അല്പസമയത്തിനകം തിരുവമ്പാടിയുടെ തെക്കോട്ടിറക്കം തുടങ്ങും. അവിടെ തിരുവമ്പാടി ചന്ദ്രശേഖരൻ, അവരുടെ തിരുവമ്പാടിക്കാരുടെ പ്രിയപ്പെട്ട ചന്ദ്രു ആണ് തിരുവമ്പാടിയുടെ തിടമ്പെടുക്കുന്നത്. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഗുരുവായൂർ ദേവസ്വം നന്ദനൻ എന്ന ആന നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടു. ആ തിടമ്പേറ്റിയ ആന ഇങ്ങനെ നടന്നു വരികയാണ്. ഇനി തിരുവമ്പാടിയുടെ പ്രിയപ്പെട്ട ചന്ദ്രു അങ്ങനെ വരിക. ഓമനത്വമുള്ള, പേരുകൊണ്ട് തന്നെ ഓമനത്വമുള്ള വളരെ ശാന്തശീലരായ രണ്ട് ആനകളുടെ നേതൃത്വത്തിൽ അവരാണ് ഇതിന് നെടുനായകത്വം വഹിച്ച് ഇങ്ങനെ മുന്നിൽ നിൽക്കുന്നത്. അവരുടെ നേതൃത്വത്തിൽ ഇതാ കുടമാറ്റം നടക്കാൻ പോവുകയാണ്. ഇനിയിപ്പോൾ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ പറ്റി നമുക്ക് പറയാതെ ഈ പൂര ദിവസം നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയില്ല. കാരണം ഇന്നത്തെ പൂരപ്പറമ്പിലെ വലിയ ആകർഷകമായിരുന്നു, അതിൻ്റെ പ്രധാനപ്പെട്ട ആകർഷണമായിരുന്നു തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ, ഏകഛത്രാധിപതി രാമരാജാവ്. അങ്ങനെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ പറ്റി പറഞ്ഞാലും ആനപ്രേമികൾക്ക് തീരില്ല. അങ്ങനെ വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്ത ഒരു അഴകിൻ്റെ രൂപമാണ് രാമൻ, തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. മാതംഗലീല എന്ന ആയുർവേദ ആനകളെ പറ്റി പറയുന്ന ആയുർവേദ ഗ്രന്ഥം ഗജലക്ഷണം മുഴുവൻ പറയുമ്പോൾ അത് മുഴുവൻ ഒത്തിണങ്ങിയ 18 നഖം, നിലത്ത് മൂട്ടിക്കിടക്കുന്ന തുമ്പിക്കൈ, വിരിഞ്ഞ മസ്തകത്തിൽ ചന്ദന നിറം, അങ്ങനെ എന്തൊക്കെയാണോ മാതംഗലീലയിൽ പറയുന്നത് അതൊക്കെ ഒത്തുചേർന്ന ഒരു ഗജശ്രേഷ്ഠനാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. രാമന്റെ വരവ് കൊണ്ട് ഇന്നത്തെ പൂര ദിവസം കുറെ മണിക്കൂറുകൾ ധന്യമായിരുന്നു.